ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പാണ്ഡ്യൻ 2 ഭാഗം പറയുന്നത്, അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ എന്തെങ്കിലും ഉണ്ടാകും കേട്ടോ. ഇത് മലയാളത്തിൽ എപ്പോഴും ഉള്ളതാണ്. പാണ്ഡ്യൻ 2 തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് എപ്പിസോഡ് കാണിച്ചത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ പലചരക്ക് ഗോമതി സ്റ്റോഴ്സിൽ കയറിപ്പോയി തന്നെ ഒരുപാട് കച്ചവടമൊക്കെ പിടിച്ചുകൊണ്ട് വരും കേട്ടോ. 12,000 രൂപയുടെ ലാഭമാണ് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടായിപ്പോയ. വൈകിട്ട് വരുമ്പോഴത്തേക്കും കണക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ബാലൻ പറയും, ആഹാ ഇന്ന് കൊള്ളാലോ മോളെ, പതിവിൽ കൂടുതൽ കച്ചവടം ഉണ്ടല്ലോ ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പം ദേവി പറയാ, അച്ഛാ അതെ ബാലച്ഛാ, ഇന്ന് കച്ചവടം ഉണ്ടായി ശരിയാണ്, പക്ഷേ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ കച്ചവടം കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും, എന്നാലും എന്നെ ഒന്നും വഴക്കൊന്നും പറയരുത് എന്ന് പറയാണ് നമ്മുടെ ദേവി. അങ്ങനെ ഒന്നുമില്ല മോളെ എന്ന് പറയാം നമ്മുടെ ബാലൻ. അതെ അങ്കിളെ, ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. എന്താ മോളെ? മിത്രയ്ക്കാട്ടോ ചെറിയ കാര്യം മോളെ. അല്ല, നമുക്ക് കച്ചവടം കുറച്ച് കൂട്ടാനായിട്ട് നമുക്കൊരു ഓൺലൈൻ പോലെ ഒന്ന് അറേഞ്ച് ചെയ്താലോ? വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങൾ വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നമ്മൾ അവർക്ക് സാധനം കൊണ്ടുപോയി കൊടുക്കാം. അത് നമ്മുടെ കാര്യത്തെ സ്റ്റാഫ് ഇല്ലല്ലോ, കുറവല്ലേ മോളെ, ഒരാളുടെ സ്റ്റാഫായിട്ട് നിർത്തിയാൽ പോരെ? അങ്ങനെ ആകുമ്പോഴേക്കും ആൾക്കാർ കുറച്ച് ഇൻട്രസ്റ്റും കൂടും. അപ്പം കൂടുതൽ അങ്ങനെയാണല്ലോ ബാലച്ച അങ്കിളെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതാണെന്ന് മിത്ര പറയാം. നമ്മൾ ദേവി പണ്ട് അത് ശരിയാണല്ലോ ബാലച്ച, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഐഡിയ ഒക്കെ കൊള്ളാം, ഞാനൊന്ന് നോക്കട്ടെ, നല്ല ഐഡിയ ആണ്, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് ബാലനും പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മിത്രയും മീനാക്ഷിയും ദേവിയും കൂടി ചെന്ന് പാൽപ്പായസം ഒളിപ്പിച്ച് വെച്ചിരിക്കുമല്ലോ, അത് കുടിക്കുക കേട്ടോ. ബാലൻ വന്നപ്പോൾ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്, കാരണം അത് നമ്മുടെ ഗോമതി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പായസമാണ്. തൻ്റെ അനുമോൾക്ക് 95% എല്ലാ വിഷയത്തിലും A+ മേടിച്ച് ജയിച്ചുകൊണ്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കിയത് ആ പായസം. അതുകൊണ്ട് തന്നെ ഇനി ബാലൻ കണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്നോർത്ത് മരുമക്കൾ 3 പേരും കൂടി അത് ഒളിപ്പിച്ചു വെച്ചു. ബാലൻ സംസാരിച്ച് ബാലൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അവർ 3 പേരും അത് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ബാലന് മനസ്സിലാകണ്ട് നമ്മുടെ ഗോമതി പാൽപ്പായസം വെച്ച കാര്യമൊക്കെ. അങ്ങനെ നമ്മുടെ ബാലൻ അടുക്കള പോകുമ്പോൾ നമ്മുടെ ഗോമതി അടുത്ത് പറയുന്നുണ്ട്, ഇതെന്താ നല്ല പാൽപ്പായസത്തിൻ്റെ മണം എന്ന് ചോദിക്കുകയാണ്. അത് പാൽപ്പായസം ഞാൻ വെറുതെ വെച്ചതാണ്, അത് ഇവിടെ സേമിയ ഇരിപ്പുണ്ടായിരുന്നല്ലോ വിഷുവിൻ്റെ ബാക്കി, അതെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഓഹോ, അപ്പോൾ വെറുതെ വെച്ചതല്ല അല്ലേ? അല്ലാതെ തൻ്റെ മോള് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി ജയിച്ചിട്ട് വെച്ചതൊന്നുമല്ല പാലേട്ടാ. ഇതെങ്ങനെ അറിഞ്ഞു അവൾ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ ജയിച്ചെന്ന്? ഓ ബാലേട്ടൻ, അപ്പോൾ റിസൾട്ട് നോക്കിയിരുന്നു അല്ലേ? ആര് പറഞ്ഞു? ഞാൻ റിസൾട്ട് നോക്കിയില്ല. അവൾ ആ കാര്യം പറയാൻ വേണ്ടി കടയിലേക്ക് വന്നിരുന്നു, ഞാൻ പിടിച്ച് പുറത്താക്കി. അതിനിടെ ആലോകിൻ്റെ വക കുറച്ച് ഷോയും. ഈ പായസം അവൾക്ക് വേണ്ടി താൻ ഉണ്ടാക്കിയതാണോ? അല്ലല്ല, നമ്മുടെ ദേവിമോൾ മനസ്സ് എതിരിച്ചിരിക്കുകയാണല്ലോ. കുറേ നാളിന് ശേഷം അവൾ തിരിച്ച് ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നു തുടങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ വെച്ചതാ ബാലേട്ടാന്ന് നമ്മുടെ ഗോമതി എഴുതിയ, അല്ലാതെ അനുമോൾ ജയിച്ചതിന് വെച്ചതൊന്നും അല്ല എന്ന് പറയാണ്. അങ്ങനെ ആയാൽ തനിക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ബാലൻ പോവാണ്. പിറ്റേ ദിവസം നമ്മുടെ ഗോമതി ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ മുറ്റത്ത്. അപ്പം അമ്മ എങ്ങാനും വരണമുണ്ടോ എന്ന് നോക്കും. നമ്മുടെ അമ്മ അടുത്ത് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഗോമതി ഇന്ദിരാമ്മയുടെ വരവെന്ന് ഓർത്താണ് ഗോമതി അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഗോമതി ആ വാതിക മതിലിൻ്റെ സൈഡിലൊക്കെ ഒട്ടി ഒരുമയൊക്കെ നിൽക്കുകയാണ്. അമ്മയുടെ അടുത്താണെങ്കിൽ ചോദിക്കാലോ, മോളുടെ വിശേഷമൊക്കെ ചോദിക്കാലോ. അങ്ങനെ ഇന്ദിരയെ നോക്കി എത്തി നോക്കുമ്പോഴേക്കും നമ്മുടെ അനുവാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മുടെ അനുവിന് മനസ്സിലായി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെ നോക്കിയാണ് അമ്മ അവിടെ നിൽക്കുന്നത് എന്ന്. അനു വേഗം തന്നെ നമ്മുടെ ഗോമതിയുടെ അടുത്ത് ഓടി വരാണ്. അമ്മേ എന്നെ നോക്കിയതാണോ? ഇവിടെ മതിലിനടുത്ത് നിന്നത്? ഞാൻ എന്തിനാടി നിന്നെ നോക്കണേ? ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്ന് നിന്നത്. അമ്മേ, വർഷങ്ങൾക്ക് മുമ്പ് അമ്മ അച്ഛൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിപ്പിക്കുമ്പോഴും അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശി, ഇതുപോലെ തന്നെ അമ്മേനെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുമായിരുന്നില്ലേ? അപ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കും ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ പരസ്പരം ഉണ്ടായെങ്കിലും സ്നേഹമായിരുന്നില്ലേ അമ്മയുടെ ഉള്ളിൽ?
അതുപോലെ അമ്മയുടെ മോളോടുള്ള ഞാനിപ്പോൾ അലോകിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ അമ്മ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ പരസ്പരം കാത്തു സൂക്ഷിക്കുകയാണ് അല്ലേ? അമ്മ നിർത്തടി, നീ എന്താ തമാശ പറയുകയാണോ? അല്ലമ്മേ, ഞാൻ ചുമ്മാ വെറുതെ അതുപോലെ തന്നെയല്ലേ ഇതുമെന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞു പോയതാ. ഇത് ഞാൻ ഇറങ്ങിപ്പോയതാണ് ഒരുത്തൻ്റെ കൂടെ, എൻ്റെ ബാലേട്ടൻ്റെ കൂടെ ഒരുത്തൻ്റെ കൂടെ ആ ബാലേട്ടൻ്റെ കൂടെ പോയെന്ന്. ബാലേട്ടൻ അന്ന് സ്വന്തം കാലിൽ നിൽക്കുമായിരുന്നു. അതായത് നീതി ന്യായത്തിൻ്റെ കൂടെ മാത്രമേ ബാലേട്ടൻ നിൽക്കുള്ളൂ. ഒരു വൃത്തികെട്ടവൻ അല്ലായിരുന്നു ബാലേട്ടൻ. നിൻ്റെ കിട്ടിയോ അങ്ങനെയാണോടി? ലോക വൃത്തികെട്ടവൻ, പെണ്ണ് വഴിയൻ, അവൻ ഉപയോഗിക്കാത്ത ലഹരി പദാർത്ഥങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരുത്തൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയാൽ നീ എവിടെ കിടക്കുന്നു? ബാലേട്ടൻ എവിടെ കിടക്കുന്നു? ബാലേട്ടൻ കൂടെ നല്ലൊരു ഉത്തമ പുരുഷനായിരുന്നു. ഞാൻ എവിടെ കിടക്കുന്നു? അതുകൊണ്ട് നീ അത് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നീ പറഞ്ഞല്ലോ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു നിന്നെന്ന്. നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് നിന്നത്, നിനക്കൊരു സമ്മാനം തരാനായിട്ട്. എന്നിട്ട് പറഞ്ഞിട്ട് ആ ഒരു ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്ന വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബക്കറ്റിലെ വെള്ളം അവിടെ മുഖത്തേക്ക് ഒഴിക്കാം. അപ്പോഴേക്കും അനു അമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരൊറ്റ ഒഴി അങ്ങ് കൊടുത്തു കേട്ടോ. എന്തിനാ അമ്മേ അവിടെ വരുന്നത്? ഗോമതി, നീ എന്താ ചെയ്തത്? എനിക്ക് ഇവളെ കാണണ്ട എന്ന് ദേഷ്യമാണ്. ഇവളോട് പറഞ്ഞേക്ക ഇവളെ മുറ്റത്തൊന്നും ഇറങ്ങി നിൽക്കണ്ട. ബാലേട്ടൻ്റെ എൻ്റെ മക്കളോ കണ്ട ഇവളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അകത്തേക്ക് കയറി പോവാണ്. അതിന് പൊട്ടിക്കറി കേട്ടോ. എന്നു വെച്ചാൽ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. അമ്മ മുഖത്ത് വെള്ളം കോരി ഒഴിക്കുന്നൊന്നും ഓർത്തില്ല. അനുവിനെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറി പോകട്ടോ. മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇതൊന്നും കാര്യമാക്കണ്ട. അവളുടെ മനസ്സിൽ വിഷമവും ആ ഒരു സന്തോഷ സ്നേഹവും എല്ലാം കൂടിക്കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. മോളെ വിഷമിക്കണ്ട എന്ന് മോൾ തലയിലൊക്കെ തോർത്ത് എന്ന് പറയുകയാണ് മുത്തശ്ശി. ഇത് കണ്ടിട്ട് അലോക് വരുന്നത്, ആഹാ കൊള്ളാലോ, നീ എന്താടി രാവിലെ തന്നെ തല വഴി വെള്ളം കോരി ഒഴിച്ചോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം മുത്തശ്ശി പറയുക, നീ കളിയാക്കണോ? ഗോമതി അവളെ കണ്ടപ്പോൾ തല വഴി വെള്ളം ഒഴിച്ചു. ആഹാ അങ്ങനെ ചെയ്തോ? എന്നാൽ ചോദിക്കണമല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ചോദിക്കാനും പറയാനും ആളില്ലാന്നാണോ ഞാൻ കൊണിച്ചു കൊടുക്കാം? എടാ നീ പോയി തള്ളു വേണ്ട. തല വഴി വെള്ളം ഒഴിച്ചത് അവൾക്കുടെ സ്വന്തം അമ്മയാണ്. അവൾക്ക് പരാതിയില്ല. അപ്പോൾ നീ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അലോകെ. വെറുതെ അവിടെ നിന്ന് ആര്യനും ആകാശവും ആനന്ദും ഒക്കെ വീട്ടിലുണ്ട്. അതുകൊണ്ട് നിനക്ക് പണി ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുകയാണ്. അവരെ എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചോദിക്കാൻ പോകണ്ട. അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നം അവർ എന്താണെന്ന് വെച്ചാൽ തീർക്കട്ടെ എന്ന് പറഞ്ഞ് അലോക് നൈസായിട്ട് തടി തപ്പിട്ടോ. അങ്ങനെ ആ ഭാഗം ആ പ്രശ്നം അവിടെ അങ്ങോട്ട് തീർത്ത്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അനുക്ക് ഒരാഗ്രഹം, ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ നമ്മുടെ അലോകിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ അലോകിന് പറയണ്ട എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം. പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറയുകയാണ് അനു. അപ്പോൾ തന്നെ ആനന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതേ വല്യമ്മാവ, അലോകിനോട് ഒന്ന് പറയുമോ എൻ്റെ കൂടെ അമ്പലത്തിൽ വരാനായിട്ട്? അതിനെന്താടാ, പറയാലോ അലോകെ, മോളുടെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ എന്ന് പറയാണ്. അത് പിന്നെ വല്യച്ഛ, അത് പിന്നെ മര്യാദയ്ക്ക് പോയിട്ട് വാടാ എന്ന് പറയണം. അങ്ങനെ അനുവിൻ്റെ കൂടെ അലോക് അമ്പലത്തിലേക്ക് പോകുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അവർ തമ്മിൽ വഴക്കാട്ടോ. നീ മുമ്പിൽ നടക്കുക, ഞാൻ മുമ്പിൽ നടക്കുക, ഞാൻ പുറകെ നടക്കുക, നീ പുറകെ നടക്കുക, അങ്ങനെ പറഞ്ഞ് ഭയങ്കര ബഹള. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂജാരി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണോ അതോ ചേട്ടനും അനീറ്റിയാണോ? അല്ല, വഴക്ക് കണ്ടാൽ അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും അനു പറയണ്ട, ഭാര്യ ഭർത്താക്കന്മാരാ തന്നെയാണ് തിരുമേനി. പക്ഷെ രാവിലെ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അതാ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നത്. ആയിക്കോട്ടെ, അല്ല പൂജയ്ക്ക് വഴിപാട് എടുക്കാനായിട്ട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അനു. വഴിപാട് റെസീറ്റ് എടുക്കാൻ പോകുമ്പോൾ അലോകെ വായോ എന്ന് പറയുകയാണ്. അപ്പോൾ അലോക അതിലൊക്കെ ചുറ്റി അമ്പലത്തിന് ചുറ്റും കറങ്ങി നടക്കും കേട്ടോ. അവിടെ ആ മരത്തിൻ്റെ സൈഡിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ആൽമരത്തിൽ സൈഡിൽ ആ സമയത്താണ് അനു അങ്ങോട്ട് പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ സൈഡിൽ അവിടെ രസീത് എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ ജീവൻ വരുന്നത്, അതായത് നമ്മുടെ ആദ്യമായിട്ട് അനുവിനെ അമ്പലത്തിൽ വെച്ചല്ലോ കണ്ട, ആ അമ്പലത്തിൽ വെച്ചാണ് ജീവൻ കണ്ടത്. അപ്പോൾ കുറേ നാൾ ശേഷം ആ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ കാണുന്നത് അനുമോളാണ്. അപ്പോൾ അനുമോളെ കാണുമ്പോൾ ജീവൻ ദേഷ്യമൊന്നുമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ കൂട്ടായിരുന്നല്ലോ എന്നാൽ ചോദിച്ചുള്ളൂ. അന്ന് കല്യാണം മുടങ്ങിപ്പോയപ്പോൾ അങ്ങനെ ജീവൻ അനുമോളെ കാണുമ്പോഴേക്കും അനു എന്ന് പറഞ്ഞ് കൈ കാണിച്ച് വിളിക്കാട്ടോ.
ദേഷ്യമൊന്നുമില്ല. അത് ആ വഴി അവൻ മറന്നുപോയി. അപ്പോൾ അത് അനു ജീവേട്ട പെട്ടെന്ന് വല്ലാതൊരു വിഷമം, കുറ്റബോധം പോലെ അനുക്ക് തോന്നും കേട്ടോ. അനു വേഗം തന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ പോകുമ്പോൾ അനു എന്താ ഇത്, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാൻ ജീവനാ, എനിക്ക് മനസ്സിലായി, ഞാൻ ജീവൻ്റെ മുഖത്ത് നോക്കാൻ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല മോളെ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലമായില്ലേ. പിന്നെ എൻ്റെ വിവാഹം ഉറപ്പിച്ചു കേട്ടോ. ആണോ, എവിടെ പെൺകുട്ടി? ഞങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ പെൺകുട്ടി, ടീച്ചറാണ് എന്നൊക്കെ പറയാം. ആഹാ, അത് കൊള്ളാലോ, എന്തായാലും നന്നായി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ജീവന് നല്ലൊരു പെൺകുട്ടീനെ കിട്ടട്ടെ എന്ന്. ഞാൻ അത്രമാത്രം ജീവനെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ നാണം കെടുത്തിയില്ലേ. അതൊന്നും കുഴപ്പമില്ലടോ, താൻ സ്നേഹിച്ച ആളെ താൻ വിവാഹം കഴിച്ചല്ലോ, അയാളായിട്ട് താൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. അലോക് എന്ന പേരല്ലേ, മുമ്പ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, അതാ ചോദിച്ചത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല ജീവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അലോക് ഇത് കാണുന്നു കേട്ടോ. ഇടി, നീ വിവാഹം ഉറപ്പിച്ച പയ്യനായിട്ട് നീ സൊള്ളുവാണല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടേക്ക് വരുവാണ്. ഇടി എന്ന് ഞാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ജീവന് മുമ്പ് ഷോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അലോക് പക്ഷെ അതിന് തക്ക മറുപടി തന്നെ അതിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിനും. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം അവിടെ സോൾവ് ആവുക. എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കാം. ഫ്രണ്ട്സെ, വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.